ഡീഫോൾട്ട് ആൻഡ് റീപൊസിഷൻ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്. അതിൽ നമ്മൾ സംസാരിച്ചിരുന്നത് രണ്ട് ടൈപ്സ് ഓഫ് റീപൊസിഷൻ ഉണ്ട്, കംപ്ലീറ്റ് റീപൊസിഷനും പാർഷ്യൽ റീപൊസിഷനും. അതിൽ കംപ്ലീറ്റ് റീപൊസിഷൻ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളതും അതിൻ്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത് എന്നുള്ളതും ഓരോ അക്കൗണ്ടിനും എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് പാർഷ്യൽ റീപൊസിഷനിലേക്കാണ്. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. പാർഷ്യൽ റീപൊസിഷൻ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സിൻ്റെ തന്നെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ മൊത്തം തിരിച്ചെടുക്കാതെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ നമ്പർ 5 യൂണിറ്റ് ഉണ്ടെങ്കിൽ 2-3 യൂണിറ്റ് മാത്രം റീപ്രൊസസ് ചെയ്യുകയും ബാക്കി റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പാർഷ്യൽ റീപൊസിഷൻ എന്ന് പറയുന്നത്. അതായത് മുഴുവൻ തിരിച്ചെടുക്കില്ല, പകുതി അല്ലെങ്കിൽ എത്രയും പോർഷൻ അവരുടെ കയ്യിൽ പർച്ചേസറുടെ കയ്യിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയും ബാക്കി പകുതി മാത്രം നമ്മളത് ചെയ്യും ഹയർ വെൻഡർ കൈവശപ്പെടുത്തുന്ന പ്രോസസ്സിനാണ് പാർഷ്യൽ റീപൊസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ, ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി value of assets retained after charging the normal rate of depreciation charged by the hire purchaser for the number of years assets were with the hire purchaser. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എത്രയാണ് അസറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഏത് നോർമൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. നമ്മൾ ഓരോ പ്രോബ്ലത്തിലും ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് തന്നിട്ടുണ്ടാവും. ആ ഡിപ്രീസിയേഷൻ റേറ്റ് കഴിഞ്ഞതിന് ശേഷം എത്രയാണ് നമ്മുടെ കയ്യിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുശേഷം ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് അസറ്റ്സ് റീപൊസസ്ഡ് ആഫ്റ്റർ ചാർജിങ് എ ഹയർ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. നമ്മൾ മനസ്സിലാക്കി തിരിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഹയർ റേറ്റ് ഓഫ് നോർമലി 10% ആണ് ഡിപ്രീസിയേഷൻ എങ്കിൽ 20 or 25% ഡിപ്രീസിയേഷൻ ഹയർ വെൻഡർ റീപ്രൊസസ് ചെയ്യുമ്പം ഈടാക്കും. അത് കണ്ടുപിടിക്കുക, അത് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. തേർഡ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് ചാർജ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ അസെറ്റ്. അത് നമുക്കറിയാം. ഫോർത്ത് പോയിന്റ്, transfer an amount equal to the value of assets repossessed from the higher vendor's account to asset account. The journal entry being higher vendor account to asset account. നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് റീപൊസഷൻ്റെ അത് പഠിച്ചിരുന്നു. ഇത് സെയിം എൻട്രി തന്നെയാണ് വരിക. ഹയർ വെൻഡറിൻ്റെ ട്രാൻസ്ഫർ എമൗണ്ട് എന്ത് ചെയ്യണം, വാല്യൂ ഓഫ് അസെറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദി ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട്. ഹയർ വെൻഡേഴ്സ് അക്കൗണ്ടിൽ നിന്നും അസെറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ ജേർണൽ എൻട്രി ആണിത്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു അസെറ്റ് അക്കൗണ്ട് വിത്ത് ദ വാല്യൂ ഓഫ് അസെറ്റ്സ് റീപൊസസ് ചെയ്യുമ്പോൾ എത്രയാണോ വാല്യൂ കണക്കാക്കിയിട്ടുള്ളത്, ഈ ഡിപ്രീസിയേഷൻ കഴിഞ്ഞതിന് ശേഷം എത്രയാണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ വേണം നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് വരുന്നത് ബാലൻസ് higher vendors account. This is the amount payable by the higher purchaser as per the new agreement. ഈ ഫിഫ്ത്ത് സ്റ്റെപ്പ് മുതലാണ് കംപ്ലീറ്റ് റീപൊസഷനിൽ നിന്നും ഇത് ഡിഫറൻസ് വരുത്തുന്നത്. ഈ പാർഷ്യൽ റീപൊസഷനാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താണ് പറയുന്നത്, ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ, അത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്യണം. ഈ ബാലൻസ് ചെയ്തിരിക്കുന്ന എത്രയാണോ ലാസ്റ്റുള്ള ഫിഗർ, ആ ഫിഗറാണ് നമ്മുടെ ന്യൂ എഗ്രിമെന്റ് പ്രകാരം ഹയർ പർച്ചേസർ പിന്നീട് അങ്ങോട്ട് നൽകേണ്ടത്. സാധാരണ കംപ്ലീറ്റ് റീപൊസഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ടോട്ടൽ എമൗണ്ട് അങ്ങനെ തന്നെ തിരിച്ചെടുക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഹയർ പർച്ചേസ് വെൻഡേഴ്സിന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല, അത് നിൽ ബാലൻസ് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താ, പാർഷ്യൽ മാത്രമായതുകൊണ്ട് ബാക്കി ഏതെങ്കിലും ഒരു പോർഷൻ ഓഫ് അസെറ്റ് ഹയർ പർച്ചേസറുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യുകയും അതിനുശേഷം അങ്ങോട്ട് ആ ബാലൻസ് എമൗണ്ട് ആണ് ഹയർ പർച്ചേസിന്റെ എഗ്രിമെന്റ് എമൗണ്ട് ആയിട്ട് കണക്കാക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് സിക്സ്ത് പോയിന്റ്, ആഫ്റ്റർ കീപ്പിംഗ് എ ബാലൻസ് ഇൻ അസെറ്റ് അക്കൗണ്ട് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് അസെറ്റ്സ് റീറ്റെയിൻഡ് ട്രാൻസ്ഫർ ദി ബാലൻസ് ഇൻ അസെറ്റ് അക്കൗണ്ട് ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അസെറ്റ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹയർ വെൻഡർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, അതായിരിക്കും വെൻഡർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുകയും അതിൻ്റെ ബാലൻസ് ആണ് നമ്മുടെ ന്യൂ എഗ്രിമെന്റ് എമൗണ്ട് എന്ന് പറഞ്ഞു. സിക്സ്ത് പോയിന്റിൽ പറയുന്നത് അസെറ്റ് അക്കൗണ്ട് ആണ് പിന്നീട് ബാലൻസ് ചെയ്യേണ്ട ഒരു അക്കൗണ്ട്. അസെറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ചെയ്യുന്നു, ആ ബാലൻസ് എമൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ഫിഗർ ഉണ്ടാവുക, അവസാനം എത്രയാണോ അയാളുടെ റീറ്റെയിൻഡ് ബാലൻസ്, ആ റീറ്റെയിൻഡ് ബാലൻസ് ആയിരിക്കും അതിൽ കാണിക്കേണ്ട ഫിഗർ. ബാക്കിയുള്ള എമൗണ്ട് എത്രയാണോ ആ അസെറ്റ് അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയും സ്റ്റെപ്പാണ് ഇത് ചെയ്യേണ്ടത്. ഇത് തിയറി വൈസ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും മനസ്സിലാക്കുക. അടുത്തൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു പോർഷനും കൂടി നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് ഹയർ വെൻഡർ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നടക്കുക. ഫസ്റ്റ് തിങ്, ആസ് യൂഷ്വൽ ചാർജ് ഇൻട്രസ്റ്റ് ഫോർ ദി ഇയർ ഇൻ ഡീഫോൾട്ട്. ഇയർ ഇൻ ഡീഫോൾട്ട് മുതൽ മാത്രമേ ഹയർ വെൻഡറുടെ റോൾ ഇവിടെ വരുന്നുള്ളൂ. ചാർജ് ഇൻട്രസ്റ്റ് ഫോർ ദി ഇയർ ഇൻ ദ ഡീഫോൾട്ട്. സെക്കൻഡ്,
transfer the value of assets repossessed from the hire purchaser account to repossessed goods account. നമ്മുടെ കംപ്ലീറ്റ് റീപൊസിഷനിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. റീപോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ പർച്ചേസർ. എത്രയാണോ വാല്യൂ ഓഫ് ഗുഡ്സ് റീപോസസ് ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ ഓഫ് ഗുഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം, റീപോസസ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുന്നു. റീപോസസ്ഡ് ഗുഡ്സിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തതായിട്ട് തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത് ബാലൻസ് ദി ഹയർ പർച്ചേസേഴ്സ് അക്കൗണ്ട്. Debit the repossessed goods account with the amount spent on repossessed goods. Credit the repossessed goods with the sale proceeds. എന്തെങ്കിലും സെയിൽസ് എന്തെങ്കിലും റീപോസസ്ഡ് ഗുഡ്സിൽ എന്തൊക്കെയാണോ വരിക എന്നുള്ളതാണ് പറയുന്നത്. എമൗണ്ട് എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് റിപ്പയർസിനോ അങ്ങനെ എന്തെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. റിപ്പയർസ് എന്നുള്ള എക്സ്പെൻസ് ആണ് അല്ലേ, അതുകൊണ്ടാണ് ഫോർത്ത് പോയിന്റിൽ ഡെബിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ചെയ്യാൻ ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് ഈ നമ്മൾ റീപോസസ് ചെയ്ത ഐറ്റം നമ്മുടെ സെല്ലർ വേറൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അത് സെയിൽസ് ആയിരിക്കും. ആ സെയിൽസിന്റെ ഫിഗർ എത്രയാണോ കിട്ടുന്നത് ആ ഫിഗർ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത്. ആൻഡ് സിക്സ്ത് പോയിന്റിൽ പറയുന്നത് ട്രാൻസ്ഫർ ദ ബാലൻസ് ഓഫ് റീപോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബീങ് ദി പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് ഈ റീപോസസ്ഡ് ഗുഡ്സിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. എത്രയാണോ ബാലൻസ് ഉള്ളതെന്ന് വെച്ചാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കിയിട്ട്. ഇങ്ങനെയാണ് ഹയർ വെൻഡറിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉള്ളത്. ഇത് നമുക്കൊരു ഇല്ലസ്ട്രേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. ഇല്ലസ്ട്രേഷൻ നമ്പർ 19. Ram purchased 3 washing machines on hire purchase agreement entered into on 1/1/2017 with Sita Ram. The cash price of washing machine is rupees 28,000. Down payment of rupees 22,500 is made on 1/1/2017 and the first installment of rupees 22,500 was also made on 31/12/2017, but installment due on 31/12/2018 could not be made. Vendors charge interest at the rate of 5% per annum and Ram depreciates washing machine at the rate of 10% per annum. Sita Ram repossessed 2 washing machines, adjusting the value against the amount due after charging depreciation at the rate of 20% on diminishing balance. Sita Ram, after spending rupees 2,000 on its repairs, sold the 2 machines for rupees 40,000. Show the necessary ledger accounts in both the parties' books. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ആരുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് എന്നുള്ളത്. നമ്മളോട് തന്നു 3 മെഷീനറി ഉണ്ട്. നോർമലി ഇത്രയും നമ്മൾ ചെയ്തിരുന്ന പ്രോബ്ലംസിൽ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, ഒരു ഐറ്റം ആയിരുന്നു, ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സംസാരിക്കുന്നത് 3 മെഷീനറീസിനെ കുറിച്ചാണ്. 3 വാഷിംഗ് മെഷീൻസിനെ കുറിച്ചായിരുന്നു. 3 വാഷിംഗ് മെഷീൻ്റെ ക്യാഷ് പ്രൈസ് നമ്മൾ മനസ്സിലാക്കുക 28,000 ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു മെഷീൻ്റെതാണ് 28,000 ഈച്ച് ആണല്ലേ. അപ്പം 28,000 × 3 അതാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് ടോട്ടൽ, വിച്ച് ഇസ് 84,000. ഡൗൺ പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമേ അയാൾ പേ ചെയ്തിട്ടുള്ളൂ, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നില്ല. 5% ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷൻ, നോർമൽ ഡിപ്രീസിയേഷൻ 10% തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, 3 മെഷീനറിയിൽ അയാൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യാൻ ഡീഫോൾട്ട് വരുത്തുമ്പോൾ തന്നെ സീതാറാം 3 വാഷിംഗ് മെഷീനിൽ 2 വാഷിംഗ് മെഷീൻ റീപ്രോസസ് ചെയ്യുന്നുണ്ട്, തിരിച്ചെടുക്കുന്നുണ്ട്. ആ തിരിച്ചെടുക്കുന്നതിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 അതൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. സോ വാല്യൂ ഓഫ് 2 മെഷീൻ റീപ്രോസസ്ഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്യാഷ് പ്രൈസ് എത്രയാ, 2 മെഷീനറിയാണ്, ഒന്നിന്റെ വില 28,000 സോ 56,000. അതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ അതിന്റെ വാല്യൂ റീപ്രോസസ് ചെയ്യുന്നത് മനസ്സിലാക്കണ്ടേ. പക്ഷേ ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോർമൽ ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്നത് 10% ആണ്. റാം ചാർജ് ചെയ്യുന്നത് 10% ആണ്. ഈ സീതാറാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയർ വെൻഡർ തിരിച്ചെടുക്കുന്ന സമയത്ത് 20% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡിപ്രീസിയേഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 20% മുകളിലാണ്. റീപ്രോസസ് ചെയ്യുമ്പോൾ ഉള്ളത് 20% മുകളിലാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഡിമിനിഷിങ് വാല്യൂസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് 28,000 × 2 വെച്ചിട്ട് 56,000 കിട്ടി. 56,000 × 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,600 ചേർത്ത് 11,200 ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ കിട്ടിയത്. ഈ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യുന്നു 44,800. ഇത് ഒരു വർഷത്തേതാണ് അല്ലേ.
ഇതിപ്പം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് നിങ്ങൾ തന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് ഡിമിനിഷിംഗ് ബാലൻസിന് പകരം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നമുക്കറിയാം ഫിക്സഡ് ആയിരിക്കും ഡിപ്രീസിയേഷൻ്റെ ചാർജ്, എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കും. ഇവിടെ ഡിമിനിഷിംഗ് ബാലൻസിന് തന്നതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ഓരോ വർഷവും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുന്നു 44,000. സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ ഏതിൻ്റെ മുകളിലാണ് ഈ ഡിമിനിഷ് ചെയ്ത്, അതായത് ഡിമിനിഷിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ചെയ്തിട്ടുള്ള 44,800 എന്നുള്ള ഫിഗറിൻ്റെ മുകളിൽ വേണം 20% കാണാൻ, വിച്ച് ഇസ് 8,960. അതും ഡിഡക്ട് ചെയ്യുന്നത് വഴി ഈ 2 വർഷത്തെയും ഡിപ്രീസിയേഷൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഡിഡക്ട് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഇയാൾ തിരിച്ചെടുക്കുന്ന സമയത്തുള്ള 2 വാല്യൂ ഓഫ് മെഷീനറീൻ്റെ വാല്യൂ 35,840. ആൻഡ് 3 വാല്യൂവിൽ 3 മെഷീനറിയിൽ ഒന്ന് മാത്രം അവിടെ റീറ്റെയിൻ ചെയ്തു അല്ലേ, 2 തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഒന്ന് റീറ്റെയിൻ ചെയ്തു, ഒന്ന് ഹയർ പർച്ചേസിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാണുക? ക്യാഷ് പ്രൈസ് ഇത്ര 28,000, അത് 10% ആണ് നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ റീറ്റെയിൻ ചെയ്യുന്നത് എത്രയാണോ 10% ആണെങ്കിൽ 10% അത് അങ്ങനെ തന്നെ ചെയ്യണം. തിരിച്ചെടുക്കുന്നതാണെങ്കിൽ ഹയർ വാല്യൂ ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും ചാർജ് ചെയ്യുക, അത് മാറിപ്പോരുത്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 10% ഫോർ 2 years അത് ഡയറക്റ്റ്ലി നമുക്ക് കാണാം. അവിടെ സ്ട്രെയിറ്റ് ലൈനോ ഡിമിനിഷിംഗ് മെത്തേഡെന്നോ തരാത്തത് കൊണ്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് അവേ 2 yearsലേക്ക് ഒരുമിച്ച് കാണുന്നത്. അല്ലെങ്കിൽ അതും ഇതേപോലെ തന്നെ മൈനസ് ചെയ്തിട്ട് കാണേണ്ടിയിരിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, 10% എന്ന് ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയും ഡിപ്രീസിയേഷൻ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഫോർ 2 years ഡയറക്റ്റ്ലി കാണുന്നത്. അതല്ലെങ്കിൽ ഓരോ തവണയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണേണ്ടി വരും. -5,600 = 22,500. അങ്ങനെ വാല്യൂ ഓഫ് മെഷീൻ 1ഉം റീറ്റെയിൻ ചെയ്ത മെഷീനും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 22,400 എന്നുള്ളത് ഫിഗർ കിട്ടി. ഈ ഫിഗറാണ് ഇയാളുടെ ബാലൻസിനുള്ള, ഇത് ഇയാൾ തിരിച്ചെടുക്കുന്നു. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ അല്ലേ, നമുക്കറിയാം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് എത്രയാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് എന്നൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇത്രയും ദിവസം ഏതൊരു പ്രോബ്ലവും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഇൻട്രസ്റ്റ് ഇത്രയും ദിവസം ചെയ്തതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് 84,000 വെച്ച് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നത് 84,000 വെച്ചിട്ടാണ് 3 മെഷീനറിയുന്നതും. ഡൗൺ പേയ്മെന്റ് 22,500 എന്നുള്ളത് ഡിഡക്ട് ചെയ്യുന്നു. ഇൻസ്റ്റാൾമെന്റ് അങ്ങനെ തരുന്നു. ഡൗൺ പേയ്മെന്റിന് ഇൻട്രസ്റ്റ് ഇല്ല. ക്യാഷ് പ്രൈസ് 84,000 നിന്നും 22,500 മൈനസ് ചെയ്യുന്നു, 61,500 കിട്ടുന്നു. അതിൽ നിന്നും ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. ആദ്യം 61,500 നിന്നും 22,500 നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആണ് നമുക്കറിയാം. ഇൻസ്റ്റാൾമെന്റ് അങ്ങനെ തന്നെ എഴുതുന്നു. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി 61,500 മുകളിൽ 5% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ 5% കാണുന്നു. 61,500 × 5% is equal to 3,775. 3,075 രൂപയാണ് ഇൻട്രസ്റ്റ്. അതായത് 22,500-ൽ 3,075 രൂപ ഇൻട്രസ്റ്റ് ആണ്. ബാക്കി 19,425 രൂപയാണ് ക്യാഷ് പ്രൈസ്. ആ ഫിഗർ അങ്ങനെ തന്നെ എടുത്ത് ഇവിടെയും എഴുതുന്നു. അതിനുശേഷം 61,500-ൽ നിന്നും 19,425 രൂപ എന്നുള്ള ഈ ഫിഗർ ഡിഡക്ട് ചെയ്യുന്നു. 42,075 എന്നുള്ള ഫിഗർ കിട്ടുന്നു. അതാണ് സെക്കൻഡ് ഇയറിന്റെ ഓപ്പണിംഗ്. സെക്കൻഡ് ഇയറിന്റെ ഓപ്പണിംഗിന്റെ അത് ഇൻസ്റ്റാൾമെന്റ് അഗെയിൻ ഇവിടെ 22,500 എഴുതുന്നു. 42,075 × 5% is equal to 22,104, which has to be deducted from this 22,500 and we will get 20,396. ഈ ഫിഗർ അങ്ങനെ തന്നെ ഇവിടെ എഴുതുന്നു. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് എത്ര ഇൻസ്റ്റാൾമെന്റ് ആണ് ടോട്ടൽ എന്നൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും ഇൻസ്റ്റാൾമെന്റ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള ഇൻട്രസ്റ്റോ പെർസെൻറ്റേജോ ഒന്നും ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് 2 ഇയറിൽ ഇൻട്രസ്റ്റ് കിട്ടി. ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റും സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും വർക്കിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് റാം. സീതാറാം അക്കൗണ്ട് ആണ്. റാം എന്നുള്ളത് നമ്മുടെ പെർച്ചേസറാണ്. സീതാറാം എന്നുള്ളത് വെൻഡറാണ് അല്ലെങ്കിൽ സെല്ലറാണ്. അപ്പോൾ പെർച്ചേസറുടെ ബുക്കിൽ സെല്ലറുടെ അക്കൗണ്ടാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഇൻ ദ ബുക്സ് ഓഫ് റാം. സീതാറാമിൻ്റെ അക്കൗണ്ടാണ് വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കറിയാം ഹയർ പെർച്ചേസറിൻ്റെ എൻട്രീസ് എടുത്ത് നോക്കുക. എന്തായിരുന്നു ഫസ്റ്റ് എൻട്രി വരുന്നത്? എസെറ്റ് ആണ്. എസെറ്റ് വാട്ട് കംസിൻ അല്ലെ, ഡെബിറ്റ് വാട്ട് കംസിൻ ആണ്. അപ്പോൾ എസെറ്റ് എന്നുള്ളത് ഇവിടെ വാഷിംഗ് മെഷീൻ ആണ്. സോ വാഷിംഗ് മെഷീൻ ഹാസ് ടു ബി ഡെബിറ്റഡ് വിത്ത് ദറ്റ് ക്യാഷ് പ്രൈസ് എമൗണ്ട് അല്ലേ. അപ്പോൾ വാഷിംഗ് മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ എന്നുള്ളതായിരിക്കും ജേർണൽ എൻട്രി വരിക. സോ വാഷിംഗ് മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു സീതാറാം എന്ന് തൊട്ട് 1/1/2017 84,000 ടോട്ടൽ എഴുതുന്നു. 28,000 × 3. സെക്കൻഡ് എൻട്രിയിൽ നമുക്കറിയുന്നത്
ക്യാഷ്, അതായത് ഡൗൺ പേയ്മെൻറ്റ് വരുന്ന സമയത്ത് അല്ലേ, ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പെർച്ചേസർ സെല്ലറിന് ക്യാഷ് കൊടുക്കുന്നു. സോ ജേർണൽ എൻട്രി വിൽ ബി ക്യാഷ് എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ക്യാഷ് ഹാസ് ടു ബി ക്രെഡിറ്റഡ്. ഏത് വെച്ചിട്ടാണ്, സീതാറാമിനാണ് കൊടുക്കുന്നത്. സോ സീതാറാം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സീതാറാം അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇതാണ് ഡൗൺ പേയ്മെൻറ്റ് 22,500. നെക്സ്റ്റ് തേർഡ് എൻട്രി ഏതായത് വരിക, വർഷത്തിന് 2 എൻട്രീസ് ആണ് ഫസ്റ്റ് വരുന്നതെന്ന് പഠിച്ചു. പിന്നെ തേർഡ് എൻട്രി വരുന്നത് ഇൻട്രസ്റ്റിൻ്റെ എൻട്രിയാണ്. അത് വർഷത്തിൻ്റെ അവസാനമായിരിക്കും വരിക. 31/12/2017 ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് 3,075 എന്നുള്ള ഫസ്റ്റ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണിത്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് ഇസ് എൻ എക്സ്പെൻസ്, സോ വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സീതാറാം അക്കൗണ്ട് എന്നുള്ളതായിരിക്കും ജേർണൽ എൻട്രി വരുന്നത്. അതിനുശേഷം 4ാമത്തെ എൻട്രി എന്തായിരുന്നു വരിക, ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാഷിന് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. സീതാറാം അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 31/12/2017. അത് എത്രയാണ് ഫിഗർ, ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് തന്നിരിക്കുന്നത് 22,500 ആണ്. അത് അങ്ങനെ തന്നെ എഴുതുന്നു. ഇതും എഴുതുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. 42,075 എന്നുള്ള ഫിഗർ കിട്ടുന്നു. അത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഈ ക്യാരി ഫോർവേഡ് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമേ ഇയാൾ പേ ചെയ്തിട്ടുള്ളൂ. അടുത്ത സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് എൻട്രി എന്തായിരിക്കും, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ് ഫസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സീതാറാം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,104 എന്നുള്ള ഈ ഫിഗർ എഴുതുന്നു. അതിനുശേഷമാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന എൻട്രി വരിക. പക്ഷേ ഇവിടെ എന്താണ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നില്ല, അയാൾ ഡീഫോൾട്ട് വരുത്തുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് ഈ നമ്മുടെ സീതാറാം അല്ലെങ്കിൽ ഹയർ വെൻഡർ എന്ത് ചെയ്യുന്നു, ഈ 2 മെഷീനറീസ് തിരിച്ചെടുക്കുന്നു, 2 വാഷിംഗ് മെഷീൻസ് തിരിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വാഷിംഗ് മെഷീൻ അക്കൗണ്ട് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അക്കൗണ്ടിലേക്ക് എന്ത് വേണം, എത്രയാണോ തിരിച്ചെടുക്കുന്നത് ആ തിരിച്ചെടുക്കുന്ന ഫിഗർ എന്ത് ചെയ്യണം, വാഷിംഗ് മെഷീൻ അക്കൗണ്ടിലേക്ക് വരണം. നോർമലി എന്തായിരുന്നു, കംപ്ലീറ്റ് റീപൊസഷനിൽ നമ്മൾ പഠിച്ചിരുന്നു എത്രയാണോ ഇവിടുത്തെ ടോട്ടൽ ഉള്ളത്. ഇപ്പോൾ 44,179 ആണ് ടോട്ടൽ എങ്കിൽ ആ ടോട്ടൽ ഫിഗറും വാഷിംഗ് മെഷീൻ അക്കൗണ്ടിലേക്ക് മാറ്റുമായിരുന്നു ചെയ്തിരുന്നത്. ബിക്കോസ് നമ്മളിത് എത്രയാണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസ് മുഴുവൻ സീതാറാം അല്ലെങ്കിൽ സെല്ലർ തിരിച്ചെടുക്കുന്നതാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഫുൾ റീപൊസഷൻ ഇല്ല, പാർഷ്യൽ മാത്രമേ ഉള്ളൂ, ഒരു ഭാഗം മാത്രമേ തിരിച്ചെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 35,840 എന്നുള്ള ഫിഗർ വാഷിംഗ് മെഷീനിൽ എഴുതുന്നു. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഈ ഡിപ്രീസിയേഷൻ ഓരോ 2 വർഷത്തെയും ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള 2 മെഷീനറീൻ്റെ ഫിഗറാണ് ഈ 35,840 വിച്ച് വി ഹാവ് ടു ട്രാൻസ്ഫേർഡ് ടു ദി വാഷിംഗ് മെഷീൻ അക്കൗണ്ട്. ഈ 35,840 ഈ ഫിഗർ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം എത്രയാണോ ബാലൻസ് ഇത് ടോട്ടൽ ചെയ്യുന്നു. 44,179 മൈനസ് 35,840 വിച്ച് വിൽ ബ്രിങ് 8,339 എന്നുള്ള ബാലൻസ്. അങ്ങനെ സീതാറാം അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 8,339 എന്നുള്ള ഫിഗറാണ്. അതിനുശേഷം ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹയർ വെൻഡറുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അതിനുശേഷം എത്രയാണോ ബാലൻസിങ് ഫിഗർ ഉള്ളത് ഈ ഫിഗറായിരിക്കും നെക്സ്റ്റ് മുതൽ ന്യൂ എഗ്രിമെൻറ്റിൻ്റെ ഫിഗറായിട്ട് വരുന്നത്. അവസാനം ഇപ്പോൾ ഇയാളുടെ ബാലൻസ് ഉള്ളത് സീതാറാമിൻ്റെ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് ഉള്ളത് 8,339 എന്നുള്ള ഫിഗറാണ്. അടുത്തതായി നമ്മൾ എന്ത് ചെയ്യുന്നു, വാഷിംഗ് മെഷീൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. വാഷിംഗ് മെഷീൻ അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് റാം അക്കൗണ്ടിലാണ് വരുന്നത്. ഫസ്റ്റ് ജേർണൽ എൻട്രി നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു വാഷിംഗ് മെഷീൻ അക്കൗണ്ട്, അതായത് ഇതേ ജേർണൽ എൻട്രി അല്ലേ, വാഷിംഗ് മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു സീതാറാം. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അക്കൗണ്ടിൽ എന്ത് വരും, ടു സീതാറാം എന്ന് പറഞ്ഞിട്ട് 1/1/2017 സെയിം എൻട്രി ഈ ഭാഗത്ത് വരും 84,000. അതിനുശേഷം പിന്നീട് വാഷിംഗ് മെഷീൻ എഫക്ട് ചെയ്യുന്ന ജേർണൽ എൻട്രി എന്തായിരിക്കും, ഡിപ്രീസിയേഷൻ എൻട്രി മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ വാഷിംഗ് മെഷീനിൽ. ഇൻട്രസ്റ്റോ വേറൊരു എൻട്രീസും വാഷിംഗ് മെഷീൻ അക്കൗണ്ടിൽ വരില്ല. സോ അത് എപ്പോഴാണ് വരിക, 31/12/2017 വർഷത്തിന് അവസാനമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക അല്ലേ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു 8,400 എന്നുള്ള ഫിഗർ കിട്ടുന്നു. ഈ 8,400 എങ്ങനെയാണ്, 84,000 എന്നുള്ള ക്യാഷ് പ്രൈസ് ഇൻറ്റു 10% ആണ് നോർമൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത്. അതുകൊണ്ടാണ് 8,400. അതിനുശേഷം ബാലൻസ് ചെയ്യുന്നു 75,600 എന്നുള്ള ഫിഗർ കിട്ടുന്നു. ഈ 75,600 ക്യാരി ഫോർവേഡ് ചെയ്യുന്നു നെക്സ്റ്റ് വർഷം 1/1/2018 അതിനുശേഷമാണ് ശ്രദ്ധിക്കേണ്ടത് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യണം. സെക്കൻഡ് ഇയറിൽ ഇയാൾ ഡീഫോൾട്ട് വരുത്തുന്നുണ്ടെങ്കിൽ കൂടിയും ആ വർഷത്തെ ഡിപ്രീസിയേഷനും കൂടി നമ്മൾ ചാർജ് ചെയ്യേണ്ടിയിരിക്കുന്നു 8,400. അതിനുശേഷം
അടുത്തതായിട്ട് വരുന്ന ജേർണൽ എൻട്രി ശ്രദ്ധിച്ചാൽ സീതാറാം, നമ്മൾ നേരത്തെ ചെയ്ത എൻട്രി അല്ലേ, സീതാറാം അക്കൗണ്ട് ഡെറ്റർ ടു വാഷിംഗ് മെഷീൻ എന്നുള്ളതാണ്. വാഷിംഗ് മെഷീൻ എന്ത് ചെയ്ത് തിരിച്ചു പോകുന്ന എൻട്രിയാണ് അല്ലേ. പുറത്തോട്ടേക്ക് വാഷിംഗ് മെഷീൻ നമ്മുടെ കയ്യിൽ നിന്ന് സെല്ലറുടെ കയ്യിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സീതാറാം അക്കൗണ്ട് ഡെറ്റ്, സീതാറാം വരുന്നു, വാഷിംഗ് മെഷീൻ പുറത്തോട്ടേക്ക് പോകുന്നതുകൊണ്ട് അതാണ് ജേർണൽ എൻട്രി വരിക, സീതാറാം അക്കൗണ്ട് ഡെറ്റർ ടു വാഷിംഗ് മെഷീൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ബൈ സീതാറാം എന്ന് പറഞ്ഞിട്ട് ഇതേ ഫിഗർ തിരിച്ചയാൾ എടുക്കുന്ന എത്രയാണോ ഫിഗർ, ആ തിരിച്ചിരിക്കുന്ന അതേ ഫിഗർ തന്നെ ഇവിടെ എഴുതുന്നു, ഈ സെയിം എൻട്രി. അതിനുശേഷം അടുത്തതായിട്ട് എഴുതുന്നത് ഏതായിരിക്കും, ഈ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ ഉണ്ടായെങ്കിലും ഇവിടെ ബാലൻസ് ആണ് അടുത്ത എൻട്രി ചെയ്തത്. മൂന്നാമത്തെ എൻട്രി ആയിട്ട് എഴുതുന്നത് 31/12/2018 ബാലൻസ് ആണ്. അയാളുടെ വാഷിംഗ് മെഷീൻ്റെ അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞു, നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു. ഈ വാല്യൂ ഓഫ് 1 മെഷീൻ റീറ്റെയിൻഡിൻ്റെ ബാലൻസ് ഈ ക്യാഷ് പ്രൈസിൽ നിന്നും ഡിപ്രീസിയേഷൻ 10% പ്രകാരം മൈനസ് ചെയ്തിട്ടുള്ള 22,400 എന്നുള്ള ബാലൻസ് ആയിരുന്നു ഇയാളുടെ കയ്യിലുള്ളത്. ആ ബാലൻസ് എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം, 22,400 എന്നുള്ള ബാലൻസ് എഴുതുന്നു. അതിനുശേഷം ഈ ബാലൻസ് 75,600 എഴുതുന്നു. ഇത് ടോട്ടൽ ചെയ്യുന്നു 8,400, 35,840 പ്ലസ് 22,400. ആ ടോട്ടൽ എത്രയാണോ ഫിഗർ, ആ ഫിഗർ ഹാസ് ടു ബി deducted from this 75,600 and we will be getting this figure 8,960. That has to be transferred to the profit or loss account. ഈ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ബാലൻസിങ് ഫിഗർ. ഇതാണ് ഇവിടുത്തെ ബാലൻസിങ് ഫിഗർ. അല്ലാണ്ട് ബാലൻസ് എന്ന് എഴുതിയിട്ടുള്ള 22,400 അല്ല, ഇവിടുന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഫിഗറാണ് ബാലൻസിങ് ഫിഗർ. ആ ഫിഗർ ബാലൻസിങ് ഫിഗർ ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക്. ഇത്രയും 2 അക്കൗണ്ടുകളാണ് നമ്മൾ ഇൻ ദ ബുക്സ് ഓഫ് റാം പഠിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് റാം സീതാറാം നോക്കാം. നമ്മുടെ സെല്ലറുടെ, അതായത് ഹയർ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി. നമുക്കറിയാം ഇത്രയും ദിവസം നമ്മൾ ചെയ്തിരുന്നതായിരുന്നു. ഇവിടുത്തെ ഈ സീതാറാം അക്കൗണ്ടും ഇവിടുത്തെ റാം അക്കൗണ്ടിന് ബാലൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, സ്റ്റാർട്ട് ചെയ്യുന്നത് ജേർണൽ എൻട്രി എന്ത് വെച്ചിട്ടായിരിക്കും, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ അസറ്റ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ആ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സീതാറാം അക്കൗണ്ട് എന്നുള്ളതായിരുന്നു ഇയാളുടെ ജേർണൽ എൻട്രി എങ്കിൽ ഇവിടുത്തെ ജേർണൽ എൻട്രി വരുന്നത് റാം അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ് എന്നുള്ളതായിരിക്കും. റാം അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ്. ഇവിടെ സെയിൽസിന് പകരം മെഷീനറി എഴുതിയാലും തെറ്റില്ല, കാരണം ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, സെയിൽസ് ആണ് എഴുതുന്നത്. മെഷീനറി അക്കൗണ്ടിൽ നിന്നും അത് സെയിൽസ് അക്കൗണ്ടിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ റാം വരുന്നു, സെയിൽസ് വിൽക്കുന്നത് ആർക്കാണ്, സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യണം. സോ റാം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ഹയർ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 84,000 ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് എൻട്രി നേരത്തെ പോലെ തന്നെ ഇവിടുത്തെ പോലെ തന്നെ ക്യാഷ് എൻട്രിയാണ് ഫസ്റ്റ് വരിക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റ്, ക്യാഷ് എന്ത് ചെയ്യുന്നു, ഇയാൾക്ക് റിസീവ് ആണ് ചെയ്യുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റാം. ഇപ്പുറത്തെ ഭാഗത്ത് എഴുതുന്നു 22,500 ഡൗൺ പേയ്മെന്റ് റിസീവ്ഡ്. അതിനുശേഷം അടുത്തത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം. ഇൻട്രസ്റ്റ് എന്നുള്ളത് ഡ്യൂ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇസ് ആൻ ഇൻകം ഫോർ ദീസ് സെല്ലർ. ഇൻകം ആയതുകൊണ്ട് തന്നെ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്താണ് ജേർണൽ എൻട്രി, റാം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് 3,075. അടുത്ത ജേർണൽ എൻട്രി 31/12/2017. അടുത്ത ജേർണൽ എൻട്രി ആയിട്ട് വരുന്നത് ക്യാഷ് റിസീവ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് റിസീവ് എന്ന എൻട്രിയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റാം അക്കൗണ്ട്, ക്യാഷ് വരുന്നു 22,500 ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. അതിനുശേഷം ഇത് ബാലൻസ് ചെയ്യുന്നു 87,075. ഇതേ സെയിം ഫിഗർ ആയിരിക്കും ഇവിടെ കിട്ടുക. ബാലൻസിങ് ഫിഗർ 42,075. അതിനുശേഷം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻട്രസ്റ്റ്, ഈ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ എഴുതുന്നു. ഡ്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് 2,104 എന്നുള്ള ഫിഗർ എഴുതുന്നു. ഈ ഫിഗർ എഴുതുന്നതിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യുന്നത്, അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്ന ജേർണൽ എൻട്രി എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. പക്ഷേ ഇവിടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റീപ്രോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീപ്രോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റാം അക്കൗണ്ട് എന്നുള്ളതാണ് ജേർണൽ എൻട്രി വരിക. സോ ബൈ റീപ്രോസസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് 35,840 എന്നുള്ള ഈ ഫിഗർ നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ചെയ്ത് വാഷിംഗ് മെഷീൻ അക്കൗണ്ടിലേക്കാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ഇവിടെ റീപ്രോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 35,840. അതിനുശേഷം ബാലൻസ് എത്രയാണോ ഇത് ടോട്ടൽ ചെയ്യുന്ന 44,179 മൈനസ് 35,840 ഈക്വൽ ടു 8,339. ഇതാണ് നമ്മുടെ റാം അക്കൗണ്ടിന്റെ ബാലൻസ്. ഈ 8,339 തന്നെയായിരിക്കും സീതാറാം അക്കൗണ്ടിന്റെ ബാലൻസിലും ഇവിടെ ഉണ്ടാവുക. ഇത് രണ്ടാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം സീതാറാമിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു എൻട്രിയും ഒരു അക്കൗണ്ടും കൂടി വേണം അല്ലെ. റീപ്രോസസ്ഡ് ഗുഡ്സ് നമ്മൾ കംപ്ലീറ്റ് റീപ്രോസഷനിൽ പഠിച്ചതാണ്. 2 അക്കൗണ്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്, റാം അക്കൗണ്ടും റീപ്രോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ടും. റീപ്രോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇതാണ് റീപ്രോസസ്ഡ് ഗുഡ്സ്. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, റീപ്രോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റാം അക്കൗണ്ട് ആണല്ലേ. നമ്മൾ 31/12/2018 ഇവിടെ എഴുതിയിരിക്കുന്ന അതേ
ജേർണൽ എൻട്രി എന്ന് പറയുന്നത് റീപോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റാം എൻട്രിയാണ്. അത് റീപോസസ്ഡ് ഗുഡ്സിൽ എങ്ങനെയാണ് വരിക? റീപോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റാം എന്ന് പറഞ്ഞിട്ട് ടു റാം എന്ന് പറഞ്ഞിട്ട് എഴുതണം 35,840. അതിനുശേഷം നമ്മൾ വായിച്ചു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു 2000 രൂപ ഇയാൾ എന്ത് ചെയ്തു? റിപ്പയർ ചാർജസ് ആയിട്ട് കൊടുത്തു അല്ലേ? 2000 rupees. Sitaram, after spending rupees 2000 on its repairs, sold the two machine for 40,000. അപ്പോൾ 2 ട്രാൻസാക്ഷൻസ് ആണ് അവർ പറഞ്ഞത്. ഈ സംഭവം റിപ്പയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് 2000 rupees അയാൾ സ്പെൻഡ് ചെയ്തു. സോ ജേർണൽ എൻട്രി എന്തായിരിക്കും? ക്യാഷ് പുറത്തോട്ടേക്ക് പോകണം അല്ലേ? റീപോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് 31/12 ഡേറ്റ് സ്പെസിഫിക് ആയി തരാത്തതുകൊണ്ട് 31/12 നമ്മൾ എഴുതുകയാണ്. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 2000 rupees എഴുതുന്നു റിപ്പയർസിന് വേണ്ടിയിട്ട്. എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? നെറേഷനിൽ റിപ്പയർസ് എന്നുള്ളത് കൊടുക്കുകയും വേണം. ഇവിടെ റീപോസസ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 2000. പിന്നീട് അടുത്തത് എന്താണ്? ഈ റീപോസസ് ചെയ്ത സംഭവം റിപ്പയർ ചെയ്തു 2000 രൂപ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അത് വിൽക്കുന്നുണ്ട് അല്ലേ? 40,000 രൂപക്ക് വിൽക്കുന്നുണ്ട്. സോ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റീപോസസ്ഡ് ഗുഡ്സ്. ആ ഗുഡ്സ് പുറത്തോട്ടേക്ക് വന്നു, ക്യാഷ് അകത്തോട്ടേക്ക് വരുന്നു. സോ 31/12/2018 ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 40,000 rupees നമ്മളത് വിൽക്കുന്നത് 40,000. ഇതിവിടെ എഴുതുന്നതിന് ശേഷം 35,840 പ്ലസ് 2000 അത് ആഡ് ചെയ്തത് എത്രയാണോ ഫിഗർ 40,000 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഫിഗറാണ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് ലാഭമാക്കി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് ഈ റീപോസസ്ഡ് ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഹയർ പർച്ചേസിൻ്റെ എഗ്രിമെൻറ്റിൽ ഈ രണ്ട് ഗുഡ്സും അല്ലെങ്കിൽ 2 വാഷിംഗ് മെഷീൻ വിറ്റ വകയിൽ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം 2,160 രൂപയാണ് ലാഭം. ദാറ്റ് ഹാസ് ടു ബി ട്രാൻസ്ഫർ ടു ദിസ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. എങ്ങനെയാണ് നമ്മുടെ പാർഷ്യൽ റീപൊസഷൻ്റെ ഫോർമാലിറ്റീസ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടത്? ഇത്തരത്തിലാണ്.